ഹലോ അസ്സാം വലൈക്കും. ഇന്നത്തെ വീഡിയോ നമ്മൾ മദീനയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടോക്കി, വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ജിദ്ദയിലെ ഷറഫിൽ നിന്നാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഷറഫിൽ ഹെറമൈൻ എന്ന ട്രാവൽസിൻ്റെ കീഴിലൊരു പാക്കേജിങ് ഉണ്ട്. അപ്പോൾ അവരുടെ കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ രാത്രി ഒരു വ്യാഴാഴ്ച ദിവസമാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ വ്യാഴാഴ്ച ദിവസം രാത്രി ഒരു 9 മണിയാകുമ്പോഴത്തേന് ബസ്സിൻ്റെ അടുത്തേക്ക് എത്താൻ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളൊരു 8:30 ആയ ടൈമിൽ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ റൂമിൽ നിന്ന് ടാക്സിക്ക് നമ്മൾ ഷറഫിലോട്ട് പോവുകയാണ്. പറഞ്ഞ ടൈമിനൊന്നും നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല. 9 മണി എന്ന് പറഞ്ഞ് 10 മണി ആയിട്ടുണ്ട് നമ്മൾ ബസ് അവിടെ നിന്ന് എടുത്തപ്പോൾ. അങ്ങനെ യാത്രക്കുള്ള ദിക്കറൊക്കെ ചൊല്ലി നമ്മൾ ദിക്കറും ദുആകളൊക്കെ ആയിട്ട് അങ്ങനെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. പണ്ടത്തെ പോലെ ഒന്നല്ല ഇപ്പോൾ ഇവിടെ റൗള ഷെരീഫിൽ കയറണമെന്നുണ്ടെങ്കിൽ നുസ്ക് എന്നുള്ള ആപ്പിൽ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഇതിലേക്ക് വരാൻ. അതും തന്നെ ഒരു വർഷത്തിൽ ഒരു വട്ടം ഒരാൾക്ക് കിട്ടുള്ളൂ. ഇതിൻ്റെ ഇടയിലൊന്ന് ബാത്റൂം പോകാൻ ഒന്ന് നിർത്തി തന്നിരുന്നു. അങ്ങനെ നമ്മൾ മദീന നഗരിയിലെത്തി. ചെക്ക് പോസ്റ്റ് കടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം സിയാറത്ത് ചെയ്യുന്നത് മസ്ജിദ് ഖുബയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പണിത പള്ളിയാണ് മസ്ജിദുൽ ഖുബ. പള്ളിയിൽ എത്താറായപ്പോഴേക്കും നമ്മുടെ കൂടെയുള്ള ഉസ്താദ് ആ പള്ളിൻ്റെ സവിശേഷതകളും ഗുണങ്ങളും ഒക്കെ നമുക്ക് ബസ്സിൽ നിന്ന് പറഞ്ഞു തരായിരുന്നു. ഇവിടെ എത്തുമ്പോൾ ഏകദേശം 4 മണി ആയിട്ടുണ്ട്. 4:30 സുബഹി ബാങ്ക് കൊടുക്കും. അപ്പോൾ സുബഹി ബാങ്ക് കൊടുക്കുമ്പോൾ സുബഹി നിസ്കാരത്തിന് നമുക്ക് ഹറമിക്ക് മസ്ജിദുൽ നബവിയിലേക്ക് എത്തണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നമുക്ക് ആ ടൈമിൽ എത്താൻ പറ്റിയിട്ടില്ല. ഇവിടുന്ന് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് നമ്മൾ പോകുമ്പോഴേക്കും ഇവിടുന്ന് തന്നെ ബാങ്ക് കൊടുത്തു. പിന്നെ നമ്മൾ ഇവിടുന്ന് തന്നെ സുബഹിയാണ് നിസ്കരിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ഈ ഭൂമിയിൽ തറക്കല്ലിട്ട ഒരു പള്ളിയാണ് ഈ ഒരു ഖുബ മസ്ജിദ് എന്ന് പറയുന്ന ഈ ഒരു പള്ളി. ഇതിൽ നിന്ന് ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ ഒരു ഉംറ ചെയ്തതിൻ്റെ കൂലുണ്ട് എന്നാണ് പറയണത്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഒരു മോതിരം വീണ ഒരു കിണറുണ്ട് ഈ ഒരു പള്ളിൻ്റെ ഒരു സൈഡിൽ. അപ്പോൾ രാത്രി ആയതുകൊണ്ട് എനിക്ക് അത്ര വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പം അതവിടെ കിണറായിട്ട് കാണുന്നില്ല, എന്നാലും നമുക്ക് അവിടെ അറിയാം, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അള്ളാൻ്റെ റസൂലിൻ്റെ പള്ളിയിലെ ശബ്ദമാധുര്യമുള്ള ബാങ്കിൻ്റെ ചെറിയൊരു ഭാഗമാണ് ഇപ്പം നിങ്ങൾ കേട്ടത്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഇവിടെ വന്ന് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാനും ദുആ ചെയ്യാനും എല്ലാവർക്കും അള്ളാഹു തൗഫീക്കും വിധിയൊക്കെ നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് പ്രാർത്ഥിക്കാം. 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് നമ്മൾ പോവുമായിരുന്നു ബസ്സിക്ക്. അപ്പോഴേക്കും ഇവിടുന്ന് പിന്നെ ബാങ്ക് കൊടുത്തു. പിന്നെ തിരിച്ചിങ്ങോട്ട് തന്നെ പോന്നു നമ്മുടെ സുബഹി നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. മദീന എന്ന് പറയുന്നത് ചരിത്രങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു ഭൂമിയാണ് കേട്ടോ ഒരു മദീന. ഒരുപാട് ചരിത്രങ്ങളുണ്ട് ഈ ഒരു മദീനയിൽ. പിന്നീട് നമ്മൾ അവിടുന്ന് പോയത് ഉഹുദ് യുദ്ധഭൂമിയിലോട്ടാണ്. അപ്പോൾ ബദർ യുദ്ധത്തിന് ശേഷം നടന്ന ഒരു വലിയൊരു യുദ്ധമായിരുന്നു ഈ ഒരു ഉഹുദ് യുദ്ധം. അപ്പോൾ ആ ഉഹുദ് യുദ്ധത്തിൻ്റെ ഒരു രേഖാചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഉസ്താദ് വിവരിച്ചു തരികയാണ്. അപ്പോൾ ഇവിടെ ഷുഹാദാക്കളുടെ മക്ബറ ഉണ്ട്. അപ്പോൾ അവിടേക്ക് നമ്മൾ സലാം പറയാനും ദുആ ചെയ്യാനൊക്കെ വേണ്ടി ഇവിടേക്ക് നടക്കുകയാണ്. ഇവിടെയാണ് ഷുഹാദാക്കളുടെ മക്ബറ. ഈ ഒരു മക്ബറ 4 ഭാഗമായിട്ട് കെട്ടിയിട്ട് നമുക്ക് പുറത്ത് നിന്ന് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ 4 ഭാഗം കെട്ടിയിട്ട് നമുക്ക് ഈ ഒരു കമ്പിൻ്റെ ഉള്ളിൽ കൂടെ മാത്രം നമുക്ക് സലാം പറയാനും ദുആ ചെയ്യാനൊക്കെ പറ്റും. ഈ കമ്പിൻ്റെ ഇടയിലൂടെ കാണുന്നതാണ് ഉഹുദ് മല. യുദ്ധത്തിൽ മരിച്ചുപോയ ഹംസ റളിയല്ലാഹു അൻഹു, ഷമ്മാസ് റളിയല്ലാഹു അൻഹു അവരുടെയൊക്കെ മക്ബറ ഇവിടെയാണ്. ഒരുപാട് ശുഹദാക്കളുണ്ട്. അങ്ങനെ ഉസ്താദ് നമുക്ക് അവിടെ നോക്കി നിന്നിട്ട് നമുക്ക് അവിടുത്തെ ചരിത്രമൊക്കെ പറഞ്ഞു തരികയായിരുന്നു. അപ്പോൾ ആ ചരിത്രം നമ്മുടെ മനസ്സിലിങ്ങനെ ഓടിയെത്തുകയാണ്. അങ്ങനെ ആയിരിക്കും നമ്മുടെ മനസ്സിലിങ്ങനെ വരികയാണ് ആ ചരിത്രം. 3000-ഓളം വരുന്ന ശത്രു സൈന്യം ഉഹുദിൽ ഇറങ്ങി എന്നറിഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 1000-ഓളം വരുന്ന സഹാബാക്കളും കൊണ്ടായിരുന്നു വന്നിരുന്നത്.
അതിൽ 300ഓളം മുനാഫിക്കീങ്ങൾ തിരിച്ചു പോയിട്ടും തങ്ങളെക്കാട്ടിലും ഇരട്ടി ഉണ്ട് അവർ ശത്രു സൈന്യം നിറഞ്ഞിട്ടും അവർ പിന്നോട്ട് നിൽക്കാതെ പോരാടിയ ഒരു യുദ്ധമാണ് ഈ ഒരു ഉഹദ് യുദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പോയി നമ്മൾ സലാമൊക്കെ പറഞ്ഞു ദുആ ചെയ്ത് പിന്നെ നമ്മൾ അവിടുന്ന് നേരെ നമ്മൾ റൂമിലോട്ടാണ് പോയത്. അപ്പോൾ റൂമിലെത്തുമ്പോൾ ഏകദേശം 6:45 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സിയാറത്ത് ചെയ്യുമ്പോൾ ഓൺലൈൻ വഴി റൗള ഷെരീഫിൽ കയറണം എന്നുണ്ടെങ്കിൽ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ട് വേണം കയറാൻ. അപ്പോൾ എനിക്ക് ബുക്ക് ചെയ്ത ടൈം 7 to 7:30 വരെയാണ് ടൈം. അപ്പോൾ നേരെ നമ്മൾ റൂമിൽ പോയി ചായ നമ്മൾ വന്നിട്ട് പിന്നെയാണ് കുടിച്ചത്. നേരെ പോയി നന്നായി ഒന്ന് ഫ്രഷ് ആയിട്ട് വീണ്ടും നമ്മൾ വേഗം ഹറമക്ക് ചെന്നൊക്കെയാണ്. അപ്പോൾ 7 to 7:30 ടൈം. അതിന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റൗലയിലേക്ക് കയറ്റൂല. അപ്പം നമ്മൾ പെട്ടെന്ന് ഓടുമായിരുന്നു. റൗലയിലേക്ക് ഒരു വർഷത്തിൽ ഒരാൾക്ക് ഒരു വട്ടമാണ് കയറാൻ പറ്റുള്ളൂ എന്നൊരു നിയമം ഇപ്പോൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് മാത്രം ഇപ്പോൾ കിട്ടിയിട്ടുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഇക്കാക്ക് കിട്ടിയോണ്ട് ഇക്കാക്ക് പ്രാവശ്യം കിട്ടിയിട്ടില്ല. അപ്പോൾ എനിക്ക് മാത്രം കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വേഗം പോയി അപ്പോൾ നല്ല ക്യൂ ആയിരുന്നു കേട്ടോ. രാവിലെ ആയതുകൊണ്ട് സുബഹി നിസ്കാരത്തിന് ശേഷമാണ് സ്ത്രീകൾക്ക് തുറക്കുക. സ്ത്രീകൾക്ക് വേറെയും പുരുഷന്മാർക്ക് വേറെയായിരുന്നു. അപ്പോൾ റൗലയിൽ ഞാൻ കയറി ഞാൻ പുറത്തിറങ്ങി പിന്നെ റൂമിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചപ്പോൾ റൗലത്തെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. റൗലയിൽ നമുക്ക് അധികം ടൈമൊന്നും കിട്ടൂല. കൂടിപ്പോയാൽ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് അതിൽ കൂടുതൽ അവിടെ നിൽക്കാൻ പറ്റൂല. അപ്പോൾ നമുക്ക് ഉള്ള നേരം നമുക്ക് വീഡിയോ എടുത്തിരുന്നാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ നമ്മൾ അവിടുന്ന് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അവിടെ വരാൻ പറ്റട്ടെ. പിന്നെ നമ്മൾ റൂമിലൊക്കെ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പിന്നെ വീണ്ടും നമ്മൾ ഒന്നുകൂടി ഫ്രഷ് ആയിട്ട് അന്ന് വെള്ളിയാഴ്ച ആയിരുന്നല്ലോ. അപ്പോൾ ജുമ നിസ്കരിക്കാൻ വേണ്ടി വീണ്ടും നമ്മൾ ഹറമിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പള്ളിൻ്റെ ഉള്ളിലൊന്നും സ്ഥലം കിട്ടിയിട്ടില്ല കേട്ടോ. നമ്മൾ നേരത്തെ പോന്നിട്ടും നമുക്ക് അപ്പോഴേക്കും പള്ളിൻ്റെ ഉള്ളൊക്കെ ഫുള്ളായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഹറമിൽ പുറത്താണ് ഇരുന്നത്. 12:30 ബാങ്ക് കൊടുക്കണമെങ്കിൽ നമ്മൾ 9:45 തന്നെ നമ്മൾ ഹറമിൽ പോയിരുന്നിരുന്നു കേട്ടോ. സ്ഥലം കിട്ടൂല എന്ന് കരുതിയിട്ട് തന്നെയാണ് നമ്മൾ പോയിരുന്നത്. പക്ഷെ അപ്പോഴേക്കും ഉള്ളിൽ അധികം ഇരിക്കാനും കഴിയൂല. ആദ്യം ഉള്ളതല്ല എൻ്റെ കൂടെ. അപ്പോൾ അധികം മൂത്രയിക്കാനൊക്കെ മുട്ടിയാൽ പിന്നെ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഇടയിൽ പോരാൻ എഴുതിയിട്ട് ഞാൻ ഉള്ളിൽ ഇരുന്നിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ ഹറമിൽ ജുമൊക്കെ നിസ്കരിച്ച് കുറച്ച് സംസൊക്കെ കുടിച്ചിട്ട് പിന്നെ നമ്മൾ റൂമിലേക്ക് പോന്നു. പിന്നെ ഉച്ചക്ക് ഫുഡൊക്കെ നമ്മളെ റൂമിലോട്ട് തന്നെ എത്തും കേട്ടോ. ഫുഡൊക്കെ വരെ ഈ ഒരു പാക്കേജിൽ ാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തെ ഫുഡും രാത്രിക്കത്തെ ഫുഡും ഇവരുടെ ഒരു പാക്കേജിങ്ങിലുണ്ട്. അപ്പോൾ നമ്മൾ റൂമിലെത്തി ഫുഡൊക്കെ കഴിച്ച് ഒന്ന് കടന്ന് എണീറ്റു കേട്ടോ. നല്ല വെയിലാണല്ലോ ഇപ്പോൾ ഇവിടെ, നല്ല ചൂടാണ്. അതുകൊണ്ട് ആ ഉച്ചക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സമയം ഒന്ന് കിടന്നു. പിന്നെ വീണ്ടും നമ്മൾ വൈകുന്നേരം വീണ്ടും നമ്മൾ ഹറമിക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് ടാക്സി വിളിച്ചിട്ട് ഇവിടെ മദീനത്തുള്ള മറ്റ് സ്ഥലത്തൊക്കെ വേണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ക്യാഷ് കൊടുത്തിട്ട് പോവാട്ടോ. നമ്മളങ്ങനെ പോയിട്ടില്ല. നമ്മൾ ഇവിടെ മാക്സിമം ഹറമിൽ തന്നെ ചിലവഴിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ വൈകുന്നേരം വീണ്ടും നമ്മൾ ഹറമിലോട്ട് തന്നെ പോവുകയാണ്. കാരണം നമുക്ക് മുന്നിൽ ആകെ ഒരു ഒറ്റ ദിവസമുള്ളൂ. നമ്മളിന്ന് രാത്രി തന്നെ തിരിക്കും ജിദ്ദയിലോട്ട്. പിന്നെ എന്താണെന്നുള്ളത് നമ്മൾ റൂമിൽ നിന്ന് ഒത്തിരി ദൂരത്താണ് കേട്ടോ ഹറമുള്ളത്. അതുകൊണ്ട് തന്നെ കുറേ നടക്കാനുണ്ടായിരുന്നു. നടന്ന് രണ്ടാളെ കാലും ഒരുവിധമായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളതൊന്നും നോക്കിയിട്ടില്ല. നമുക്ക് കിട്ടുന്ന ദിവസം മാക്സിമം നമ്മൾ മുതലാക്കിയിട്ടുണ്ട്. അങ്ങനെ വൈകുന്നേരം മഗ്‌രിബിൻ്റെ ഒരു 5 മണിയൊക്കെ ആയ ടൈമിലാണ് നമ്മൾ ഹറമിക്ക് പോയത്. അവിടുന്ന് അസ്ർ നിസ്കരിച്ചിട്ട് പിന്നെ നമ്മൾ മഗ്‌രിബിന് അവിടെ തന്നെ ഇരുന്നൊക്കെയാണ് ചെയ്തത്. ഇത് മദീനത്തെ പള്ളിയിലെ ഉൾഭാഗമാണ്. കുറച്ചു നേരം അവിടെ ഓത്തും ദുആകളൊക്കെ ആയിട്ട് കുറച്ച് സമയം അവിടെ ഇരുന്നു. പിന്നെ ഒരു 8 മണി ആയ ടൈമിൽ നമ്മൾ അവിടുന്ന് തിരിച്ചു പോന്നു. ഹറമെന്ന് പോന്നു. മുത്തുനബിനോട് സലാമൊക്കെ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് വീണ്ടും വരാൻ തൗഫീഖൊക്കെ നൽകട്ടെ അവിടെ. അപ്പോൾ പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. നമ്മൾ റൂമിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് ജിദ്ദയിലോട്ട് തിരിക്കും. അപ്പോൾ നമ്മൾ റൂമിലോട്ട് പോണ വഴിയിൽ ജ്യൂസും ഒരു സാൻഡ്വിച്ചൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ പിന്നെ റൂമിലേക്ക് പോയത്. അപ്പോഴേക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ റൂമിൽ ചെന്നിട്ട് വേണ്ട നമുക്ക് ഫുഡ് കഴിക്കാൻ. അപ്പോൾ നമ്മൾ സാൻഡ്വിച്ചും ജ്യൂസൊക്കെ കുടിച്ചിട്ട് നമ്മൾ റൂമിലേക്ക് പോയി. അപ്പോൾ ഇതാണ് നമ്മൾ ഇവിടുന്ന് എടുത്തിരുന്ന റൂം. അപ്പോൾ അധികം സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മളിവിടെ അധികം നിന്നിട്ടൊന്നുമില്ല. ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു ഈ ഒരു റൂം ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് അധികം സൗകര്യങ്ങളൊന്നുമില്ല. ഫ്രഷ് ആവാനും ഫുഡ് കഴിക്കാനും മാത്രമാണ് എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്യണമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഇത് തന്നെ ധാരാളമായിരുന്നു. അങ്ങനെ നമ്മൾ റൂമൊന്നൊക്കെ വെക്കേറ്റ് ചെയ്ത് നമ്മൾ പുറത്തിറങ്ങുകയാണ്. പിന്നെ പോകുന്ന വഴിയിൽ നമ്മൾ ബദർ യുദ്ധം നടന്ന അവിടെ പോയിരുന്നു. അപ്പോൾ അവിടെ രാത്രി ആയതുകൊണ്ട് നമുക്ക് അധികം വീഡിയോ എടുക്കാനൊന്നും ക്ലാരിറ്റി
ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ബദറുദ്ദീൻ നടന്ന് അവിടെ ഒന്ന് പോയി സലാം പറഞ്ഞ് ദുആ ചെയ്തിട്ട് നമ്മൾ നേരെ റൂമിലോട്ട് തിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചരിത്രത്തിലെ ചെറിയൊരു ഭാഗം ഞങ്ങൾക്കും കാണിച്ചു തരാൻ പറ്റി. എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാ. അപ്പോൾ എല്ലാവർക്കും ഇവിടെ വരാനും അള്ളാഹു തൗഫീഖൊക്കെ നൽകട്ടെ. വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. ബൈ.